കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക്. പ്രചാരണത്തിന് ഇനി 3 നാൾ മാത്രം. ദേശീയ നേതാക്കളെയും താരങ്ങളെയും രംഗത്തിറക്കി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. വിജയസാധ്യതകളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളും സജീവം. 2014-ൽ UDF തൂത്തുവാരിയ തെക്കൻ കേരളത്തിൽ ഇരു മുന്നണികളും BJPയും ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ്. ആലപ്പുഴ മുതൽ തെക്കോട്ടുള്ള മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ ഒഴികെ എല്ലാം UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ. 5 വർഷത്തിനിപ്പുറം മേഖലയിൽ പരമ്പരാഗത പോരാട്ടം നടക്കുന്നത് ആലപ്പുഴയിൽ മാത്രമാണ്. LDFും UDFും നേർക്കുനേർ നിന്ന് വികസനവും രാഷ്ട്രീയവും പറഞ്ഞുള്ള മത്സരം. ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിലാണ് ആരിഫ് ആദ്യം രംഗത്തിറങ്ങിയതെങ്കിൽ ഓടി മുന്നിലെത്തിക്കഴിഞ്ഞുവെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഷാനിമോൾ ഉസ്മാൻ. വിശ്വാസം വോട്ടിനിടുന്ന പത്തനംതിട്ടയെക്കുറിച്ച് മുന്നണികൾക്കും അത്ര വിശ്വാസം പോരാ. പരസ്യമായി വിജയം അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കുകളുടെ ഭയം എല്ലാവർക്കുമുണ്ട്. ആന്റോ ജയിച്ചില്ലെങ്കിൽ UDFനും വീണ നിലയുറപ്പിച്ചില്ലെങ്കിൽ LDFനും അത് രാഷ്ട്രീയ പരാജയമാകും. BJPയുടെ അവകാശവാദങ്ങൾ തെളിയിച്ചു കാണിക്കേണ്ട വലിയ ബാധ്യത കൂടി സുരേന്ദ്രനുണ്ട്. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണിക്ക് ആഘോഷമായിരുന്നു. പക്ഷേ ഒരുപാട് രാഷ്ട്രീയ പ്രളയങ്ങൾ കടന്നുവന്ന കൊടിക്കുന്നിൽ സധൈര്യം നൗകയോടിക്കുകയാണ്. കൊല്ലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 2 ലക്ഷത്തിനടുത്ത ഭൂരിപക്ഷം ഒരേ സമയം ബാധ്യതയും സാധ്യതയുമാണ് ഇടതുമുന്നണിക്ക്. NK പ്രേമചന്ദ്രനും RSPക്കും ഇത് രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടി പോരാട്ടം. കൊല്ലത്ത് മത്സരിക്കുന്നത് KN ബാലഗോപാലാണെങ്കിലും ജയം ഏറ്റവും അധികം ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് തോൽക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും എന്നാവർത്തിക്കുകയാണ് പ്രേമചന്ദ്രൻ. UDFും BJPയും രാഷ്ട്രീയ പരീക്ഷണത്തിലാണ് ആറ്റിങ്ങലിൽ. ശബരിമല വിഷയത്തിലൂന്നിയുള്ള ഇരു മുന്നണികളുടെയും പ്രചാരണത്തെ ചിരപരിചിതത്വം കൊണ്ട് മറികടക്കാനാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് സമ്പത്ത്. എല്ലാം കൊണ്ടും പ്രവചനങ്ങൾക്ക് അതീതമാണ് തിരുവനന്തപുരം. രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ ഒന്നാമതെത്തുക എന്നത് BJPയുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ കൂടി പ്രശ്നമാണ്. വ്യക്തിപ്രഭാവവും ഉറച്ച തീരദേശ വോട്ടുകളും കൈവിടില്ല എന്ന പ്രതീക്ഷയാണ് ശശി തരൂരിനും UDFനും. 2014-ൽ നിന്ന് ഏറെ മാറിക്കഴിഞ്ഞു ഇടതുമുന്നണി. C. ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ചിത്രം മാറ്റിയെഴുതാനാകുമെന്നാണ് മുന്നണിയുടെ അവകാശവാദം. TG സജിത്, News 18, തിരുവനന്തപുരം.